മോളെ ശുഭമോളെ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അമ്മയ്ക്ക് ഇവിടെ അയക്കാൻ പറ്റും. ചേച്ചിക്ക് ജോലി കിട്ടി. ചേച്ചി പള്ളിക്കൂടത്തിലാണ്. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കാ. ചേച്ചി മോളോട് യാത്ര ചോദിക്കാനാ വന്നത്. ഈ ജോലിയെ പറ്റി രാമുവിന്റെ അഭിപ്രായം എന്താ? ചേട്ടനെ ഈ പഞ്ചായത്ത് ഓഫീസിലെ ജോലിയെ ഇഷ്ടമില്ല. എനിക്കും അതാണ് അഭിപ്രായം. ആ പ്രസിഡന്റ് നല്ലവനല്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സമയമായി പോട്ടെ. ചേച്ചിക്ക് ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്ത് കൊണ്ട് തരും? മോക്ക് എന്ത് വേണം? ചോക്ലേറ്റ്, കളിപ്പാട്ടം. ചോക്ലേറ്റിന് വയസ്സ്, കളിപ്പാട്ടം, ശമ്പളം കിട്ടിട്ട് വരട്ടെ. ഓഫീസിൽ കാണുന്നു. ശാന്തകുമാരി ഭക്ഷണം. അതെ സർ. ഗുഡ് ഗുഡ്. അടുത്ത റൂമിൽ ഹെഡ് ക്ലാർക്ക് മണിത്താമിയുണ്ട്. അങ്ങോട്ട് ഇരു. ഞാൻ പറഞ്ഞു. താങ്ക് യു സർ. ശാന്തകുമാരി. ഓ ശാന്തകുമാരി അമ്മ. നമ്മുടെ റൗണ്ട് സിസ്റ്റർ. അതെ സർ. അതല്ല അവിയാണ്. ഭദ്ര ഭദ്ര. ഇവിടെ അറ്റൻഡറോ അതോ ഓഫീസറോ? സത്യം പറഞ്ഞ എനിക്കും അതാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ നിന്നെ നാളെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെയൊക്കെ സ്വാമി, ഈ ആഴ്ചത്തെ ജാതകഫലം എനിക്ക് അല്പം മോശം. എന്റെ ഈ ജാതകഫലം മോശമാണ്. നല്ല കൊള്ളണമെന്നോ അതോ കൊടുക്കണമെന്നോ? ശുദ്ധ ബ്രാഹ്മണൻ യാരെയും തള്ളാറില്ല. അതെല്ലാം മുന്നെപ്പോലുള്ള മുട്ടാളന്മാരുടെ ബിസിനസ് അല്ലേ സ്വാമി? അതെ, സ്വാമി തന്നെ ഈ കുട്ടിക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തു. എവിടാ വീട്? വരുന്നില്ല. ഇവിടെ ഒരു ടേബിളും ചേറും കൊണ്ട് ഇട്ടാൽ മതി. ഓ, സ്ത്രീ ആണല്ലോ. സ്വാമിയുടെ അടുത്ത് തന്നെ എടുത്തു തരാം. ശാന്തകുമാരി അമ്മ തൽക്കാലം ആ സീറ്റിൽ പോയി ഇരുന്നുള്ളൂ. എനിക്ക് ഈ ഫയലിന്റെ ഒരു പേര് കോപ്പി എടുക്കണം. ശരി സർ. സാറും കുട്ടിയുമുള്ള നമ്മുടെ സ്കൂളിൽ ഇവിടെ ഞാൻ സ്വാമിയാണ്. സ്വാമി എന്ന് വിളിച്ചാൽ മതി. പുകയെല്ലാം മനസ്സിലാകും. വെക്കണോ വെക്കണോ. സ്ത്രീകൾ വരുന്ന കണ്ടില്ലേ? രണ്ട് കണ്ണല്ലേ ഉള്ളു, എന്തെല്ലാം കാണും. വഴി ഒഴിഞ്ഞു തരണം. ആര് വീണം? നിങ്ങള്. ഏത് പ്രമാണത്തിൽ പറയുന്നു? ആണുങ്ങളായാൽ കുറച്ച് മര്യാദയൊക്കെ വേണം. പെണ്ണുങ്ങൾക്ക് അത് വേണ്ടായിരിക്കും. വഴി മാറി തരണം മിസ്റ്റർ. എനിക്ക് കോളേജിൽ പോണം. ഒന്ന് ഇറങ്ങി പോണ ശ്രീമതി. എനിക്ക് എന്റെ പാടത്ത് പോണം. ശ്രീമതിയോ? ഫലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏക മോളല്ലേ, ബഹുമാനിച്ചോളാന്ന് വിചാരിച്ചു. നല്ല ഗൗരവമുണ്ട്. വയലിലെ പണി കളഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ നോക്കും. തൽക്കാലം ഈ കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ഞാൻ കഴിഞ്ഞു. ചേട്ടാ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്നാ ഞാൻ വീട്ടിൽ വരട്ടെ? നന്നായി പോയി. അച്ഛന് ചേട്ടന്റെ പേര് കേൾക്കുന്ന പോലെ അസ്വസ്ഥതയാണ്. എന്നാൽ വാസന്തി എന്റെ വീട്ടിൽ വരൂ. ഞാൻ വരും. പക്ഷേ അതിങ്ങനെ പുസ്തകം കൊണ്ടല്ല. പിന്നെ എങ്ങനെ? മന്ത്രകോടി അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂക്കളും ചൂടി കലപക്കുറിയിട്ട് പുത്ത മണവാട്ടിയായിട്ട് അങ്ങ് വരും. എന്നിട്ട് സന്ധ്യ കഴിയുമ്പോ മണവറയ്ക്കകത്തോട്ടൊരു വരവുണ്ട്. സമയായി, ഞാൻ പോട്ടെ. പൊക്കോ. ഞാൻ എങ്ങനെ പോകും? സൂക്ഷിച്ചങ്ങ് പൊയ്ക്കോ. ഓഹോ, അപ്പൊ വൈകിട്ടേ ഒന്ന് കാണണം.